മകനേ മകളേ തിരിച്ചു വരുവാൻ യേശു നിന്നെ മാടി വിളിക്കുന്നു. മകനേ മകളേ തിരിച്ചു വരുവാൻ യേശു നിന്നെ മാടി വിളിക്കുന്നു. രോഗിയാണെങ്കിലും പാപിയാണെങ്കിലും തിരിച്ചു വരൂ മകനേ. ഓ മക്കളേ മകനേ മകളേ തിരിച്ചു വരുവാൻ യേശു നിന്നെ മാടി വിളിക്കുന്നു. നിന്നുടെ പാപങ്ങൾ ഘോരമാണെങ്കിലും മായ്ക്കുവാൻ ക്രൂശിലെ യാഗമില്ലേ. നിന്നുടെ പാപങ്ങൾ ഘോരമാണെങ്കിലും മായ്ക്കുവാൻ ക്രൂശിലെ യാഗമില്ലേ. അന്നവൻ പേറിയ ക്രൂശു നിർമ്മിച്ചത് നിന്നുടെ പാപമെന്നോർക്കുകില്ലേ. ആ ക്രൂശിലേക്കൊന്നു നീ നോക്കുകില്ലേ. മകനേ മകളേ തിരിച്ചു വരുവാൻ യേശു നിന്നെ മാടി വിളിക്കുന്നു. അന്നവൻ നിന്റെ പാപങ്ങൾ മായ്ക്കുവാനായി മാംസവും ചോരയും നൽകിയില്ലേ. അന്നവൻ നിന്റെ പാപങ്ങൾ മായ്ക്കുവാനായി മാംസവും ചോരയും നൽകിയില്ലേ. രൂപവും ഭാവവും നോക്കാതെ തന്നെ മാറോടു ചേർക്കുവാൻ വിളിച്ചതല്ലേ. നിന്നെ സ്വന്തമായി നേടുവാൻ വന്നതല്ലേ. മകനേ മകളേ തിരിച്ചു വരുവാൻ യേശു നിന്നെ മാടി വിളിക്കുന്നു. മകനേ മകളേ തിരിച്ചു വരുവാൻ യേശു നിന്നെ മാടി വിളിക്കുന്നു. രോഗിയാണെങ്കിലും പാപിയാണെങ്കിലും തിരിച്ചു വരൂ മകനേ. ഓ മക്കളേ മകനേ മകളേ തിരിച്ചു വരുവാൻ യേശു നിന്നെ മാടി വിളിക്കുന്നു. ഞങ്ങളും
ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ ചിന്താവിഷയം ഭയപ്പെടേണ്ട എന്നുള്ളതാണ്. മർക്കോസിന് ശേഷം 5-ാം അധ്യായത്തിൻ്റെ 35-ാം വാക്യം മുതൽ വായിക്കാം. മർക്കോസ് 5:35 മുതൽ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആൾ വന്നു, നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തുന്നത് എന്തിന് എന്ന് പറഞ്ഞു. യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. പത്രോസും യാക്കോബിന്റെ സഹോദരനായ യോഹന്നാനുമല്ലാതെ മറ്റാരും തന്നോടുകൂടെ ചെല്ലുവാൻ സമ്മതിച്ചില്ല. പള്ളിപ്രമാണിയുടെ വീട്ടിൽ വന്നാറെ ആരവാരത്തെയും വളരെ കരഞ്ഞു വിലപിക്കുന്നവരെയും കണ്ടു. അകത്തു കടന്നു, നിങ്ങളുടെ ആരവാരവും കരച്ചിലും എന്തിന്? കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുന്നത്രയെന്ന് അവരോട് പറഞ്ഞു. അവരോ അവനെ പരിഹസിച്ചു. അവൻ എല്ലാവരെയും പുറത്താക്കി കുട്ടിയുടെ അപ്പനെയും അമ്മയെയും തന്നോടുകൂടെ ഉള്ളവരെയും കൂട്ടിക്കൊണ്ട് കുട്ടി കിടക്കുന്ന ഇടത്ത് ചെന്ന് കുട്ടിയുടെ കൈക്ക് പിടിച്ചു. ബാലയെ എഴുന്നേൽക്ക എന്ന് നിന്നോട് കൽപ്പിക്കുന്നുവെന്ന അർത്ഥത്തോടെ തലീഥ കൂമിയെന്ന് അവളോട് പറഞ്ഞു. ബാല ഉടനെ എഴുന്നേറ്റ് നടന്നു. അവൾക്ക് 12 വയസ്സായിരുന്നു. അവർ അത്യന്തം വിസ്മയിച്ചു. ഇതാരും അറിയരുത് എന്ന് അവൻ അവരോട് ഏറിയൊന്ന് കൽപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. അന്ന് 12 വർഷമായി രക്തസ്രവമുള്ള ഒരു സ്ത്രീക്ക് സൗഖ്യം കിട്ടി. 12 വർഷമായി ജീവിച്ചിരുന്ന ഒരു കുട്ടി മരിച്ചു കിടക്കുന്നു. ദൈവത്തിന് സ്തോത്രം. മറക്കല്ലേ, 12 കൊല്ലമായി രക്തവാർച്ചയുണ്ടായിരുന്ന ഒരു സ്ത്രീ ആ യാത്രയിൽ യേശുവിൻ്റെ വസ്ത്രത്തിന് തൊങ്ങൽ തൊട്ട് സൗഖ്യമായി. എന്നാൽ 12 കൊല്ലമായി ഓടിച്ചാടി കളിച്ചുല്ലസിച്ച് വീട്ടിലും വീട്ടുകാർക്കും ആനന്ദം നൽകിക്കൊണ്ട് നടന്ന ചിത്രശലഭം പോലെ പറന്നു നടന്നിരുന്ന ആ പെൺകുട്ടി അവളിപ്പോൾ മരിച്ചു കിടക്കുന്നു. പള്ളിപ്രമാണിയായ യായിറോസിൻ്റെ മകൾ. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഇന്നിതാ യേശുവിനെ ക്ഷണിക്കൂ. ആ പള്ളിപ്രമാണി മനുഷ്യരെന്ത് പറയുമെന്ന് ചിന്തിച്ചില്ല. ആ പള്ളിപ്രമാണി പള്ളിക്കാരെന്ത് പറയുമെന്ന് ചിന്തിച്ചില്ല. യെരൂശലേം ദേവാലയത്തിലെ മഹാപുരോഹിതന്മാർ എന്നെ പള്ളിയിൽ നിറക്കി വിടുമോ എന്ന് ചിന്തിച്ചില്ല. പള്ളിയിൽ നല്ല സ്ഥാനമുള്ള ആളാണ്, പള്ളി പ്രമാണിയാണ്, അവിടെ ശ്രേഷ്ഠനായൊരു മനുഷ്യനാണ്, യഹൂദന്മാരിൽ മുമ്പനാണ്. ആ മനുഷ്യൻ ഇപ്പോൾ മനുഷ്യരുടെ മുഖം നോക്കുന്നില്ല. കാരണം അവൻ ആവശ്യക്കാരനാണ്. ആവശ്യക്കാരനാണെങ്കിൽ ആരെല്ലാം വിമർശിച്ചാലും അതെല്ലാം തീർത്തും അവഗണിച്ചുകൊണ്ട് അവൻ ഓടി വരും. അവൻ ഓടി വന്നു യേശുവിന് മുമ്പിൽ മുട്ടുകുത്തി യേശുവിനോട് പറഞ്ഞു, എൻ്റെ മകൾ അത്യാസന്നമായി കിടക്കുന്നു, ഒന്ന് കടന്നു വന്ന് അവളുടെ മേൽ തൃക്കരം വയ്ക്കണം. അവിടെ നിന്ന് ഒന്ന് എഴുന്നള്ളി വരണം, ഒന്ന് കടന്നു വന്ന് എൻ്റെ മകളുടെ മേൽ കരം വയ്ക്കണം, അത്യാസന്നമായി കിടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആവശ്യക്കാരെപ്പോൾ പറഞ്ഞാലും, എപ്പോൾ നിലവിളിച്ചാലും, എപ്പോൾ ആവശ്യപ്പെട്ടാലും, എപ്പോൾ അപേക്ഷിച്ചാലും യേശുക്രിസ്തുവോടെ ഓടി വരും. ഇതൊരു സത്യമാണിത്. ഇത് നിങ്ങൾ അനുഭവിച്ചുകൊണ്ട് നിങ്ങൾ ദൈവത്തോടൊന്ന് പറഞ്ഞു നോക്ക്. നിങ്ങളുടെ പ്രശ്നം വേറെ ആരും അറിയണ്ട. നിങ്ങൾ തനിയെ ഒറ്റയ്ക്കിരുന്ന് നിങ്ങൾ പ്രാർത്ഥിച്ച് നോക്കൂ. നിങ്ങൾ പ്രാർത്ഥിക്കൂ. മറ്റൊന്നും നിങ്ങൾ ചെയ്യേണ്ട. കർത്താവേ, ഞാൻ നിൻ്റെ വചനം കേട്ട് പുറപ്പെട്ടതാണ്, എനിക്കൊരു മാനസാന്തരം തോന്നുന്നു നീയാണ്. കർത്താവ്, മനുഷ്യരാരുമല്ല എന്നെ വിളിച്ചത്. കർത്താവ്, ഞാൻ തിരുവനന്തപുരം ഇപ്പോൾ വരുന്നു. കനത്ത ഭാരവുമായിട്ടാണ് ഞാൻ വരുന്നത്. താങ്ങാൻ വയ്യാത്തൊരു ചുമടുമായിട്ടാണ് ഞാൻ വരുന്നത്. എൻ്റെ ചുമലിൽ വലിയൊരു ബേർഡൻ ഇരിക്കുന്നു, വലിയൊരു ചുമടിരിക്കുന്നു. കർത്താവ്, ഞാൻ മാറ്റിയാൽ മാറുകയില്ല, എന്നെക്കൊണ്ട് ചുമക്കാനാവില്ല. ഒരു പരിഹാരം നീ തരണം. കർത്താവ്, എങ്ങനെയാണ് ഈ പ്രശ്നത്തെ നേരിടേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ മനുഷ്യബുദ്ധിയിൽ ഒന്നും കിട്ടുന്നില്ല. മനുഷ്യബുദ്ധിയിൽ ഞാൻ പ്രവർത്തിച്ചാൽ അത് നിഷ്ഫലമായി പോകും, അത് പ്രയോജനശൂന്യമായി പോകും. അത്രയും എനിക്കറിയാം. കർത്താവ്, ഈ കാര്യത്തിൽ എൻ്റെ ഈ പ്രത്യേക പ്രശ്നത്തിൽ, ഈ സ്പെസിഫിക് പ്രോബ്ലം, ഈ പ്രത്യേക പ്രശ്നം, ഇതിൽ തൃക്കരൊന്ന് വയ്ക്കണം. കർത്താവ്, എനിക്കറിയാൻ വയ്യ, നീ എന്താണ് പരിഹാരം തരാൻ പോകുന്നത് എനിക്കറിഞ്ഞൂടാ. പക്ഷേ ഒന്ന് ഞാൻ വിശ്വസിക്കുന്നു, നീ എനിക്ക് എൻ്റെ പ്രാർത്ഥന കേട്ട് ഒരു മറുപടി തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, ഒരു കാര്യം മാത്രമേ എനിക്ക് നിന്നോട് പറയാൻ പറ്റും. അതല്ലേ എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ. ഞാൻ മനസ്സറിഞ്ഞ് ഇനിയൊരു പാപത്തിലേക്കില്ല. ഇന്നു മുതൽ ഞാൻ നിൻ്റെ സാക്ഷിയായി ഒരു വിശുദ്ധ ദൈവവേദനായി ജീവിക്കും. അക്കാര്യം ഉറപ്പാണ്. കർത്താവേ, എൻ്റെ ഈ സമർപ്പണം നീ സ്വീകരിച്ച് ഈ സമർപ്പണത്തിലെ അപാകത പോലും നീ മാറ്റി, ഈ സമർപ്പണത്തിലെ അപൂർണത പോലും നീ മാറ്റി. കർത്താവേ, നീ എന്നെ ഇപ്പോൾ അനുഗ്രഹിക്കണം. പറഞ്ഞു നോക്കൂ. നിങ്ങൾ ജോലിയില്ലാതിരിക്കുന്നവർ പറഞ്ഞു നോക്കൂ, വിവാഹം നടക്കാത്തവർ പറഞ്ഞു നോക്കൂ, കുഞ്ഞുങ്ങളില്ലാത്തവർ പറഞ്ഞു നോക്കൂ, രോഗം ബാധിച്ചവർ പറഞ്ഞു നോക്കൂ, അത്യാസന്നമായി കിടക്കുന്നവർ പറഞ്ഞു നോക്കൂ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയ സഹോദരങ്ങളെ,
ഒരു കാര്യം ഉറപ്പ് പറയാം, നിങ്ങളങ്ങനെ ഉള്ളു തകർന്നാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ നിങ്ങളുടെ കാര്യം യേശു ഏറ്റെടുക്കും. യേശു അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. കാരണം ഇവർ നടന്നു പോകുമ്പോൾ, യേശുവും യായിറോസും കൂടെ നടന്നു പോകുമ്പോൾ വലിയൊരു പുരുഷാരം കൂടെ നടക്കുന്നുണ്ട്. അപ്പോഴാണ് എതിരെ ഒരാൾ വരുന്നത്. വീട്ടിൽ നിന്ന് ഒരാൾ വരുന്നു, കുഞ്ഞ് മരിച്ചുപോയി, ഇനി ഗുരുവിനെ അസഹ്യപ്പെടുത്തേണ്ട. 12 വയസ്സുള്ള കുഞ്ഞ് ഇപ്പോൾ മരിച്ചുപോയി എന്നാണ് പറയുന്നത്, ഗുരുവിനെ അസഹ്യപ്പെടുത്തേണ്ട എന്നാണ് പറയുന്നത്. യായിറോസ് തളർന്നുപോയി, ഒട്ടും പ്രതീക്ഷിച്ചില്ല. യായിറോസ് തളർന്നുപോയി, പള്ളിപ്രമാണി അവശനായിപ്പോയി, ഒരു ചുവട് വയ്ക്കാൻ വയ്യാതെ നിന്നുപോയി. യേശു പറഞ്ഞു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. യേശു നടന്നു. ആ ഒരു വചനം കിട്ടിയപ്പോൾ നടക്കാനുള്ളൊരു കൽപ്പ് കിട്ടി, ഇല്ലെങ്കിൽ അവിടെ തളർന്ന് വീണുപോയേനെ. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. എഴുന്നേറ്റു, നടന്നു, മുന്നോട്ട് നീങ്ങുകയാണ്. മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തിന് സ്തോത്രം, യേശു ഒരു അക്ഷരം മിണ്ടുന്നില്ല, യായിറോസൊന്നും മിണ്ടുന്നില്ല, ശിഷ്യന്മാരൊന്നും മിണ്ടുന്നില്ല. പുരുഷാരം ഏതാണ്ട് ദുഃഖനിമഗ്നരായി നിൽക്കുകയാണ്. കാരണം ഒരു മരണ വീട്ടിലേക്കാണ് പോകുന്നത്, മരണവീട്. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. അവിടെ ചെന്നപ്പോൾ വലിയ ആരവാരമാണ്, വലിയ കരച്ചിലാണ്. ആ അന്തരീക്ഷം തന്നെ മുഴുവൻ മരണത്തിനൊരു ദുർഗന്ധമുള്ള ഭവനം. മരണത്തിൻ്റെ ദുർഗന്ധം എന്ന് പറഞ്ഞാൽ മരണത്തിന് ദുർഗന്ധമുണ്ടോ? ഇല്ല. എന്നാലും ഉണ്ടല്ലോ ഒരു മ്ലാനത തളം കെട്ടി നിൽക്കുന്നു. ആകെ ഒരു മോഹത, ഏതോ ഒരു കനം തൂങ്ങിയ അന്തരീക്ഷം. ആ അന്തരീക്ഷത്തിലേക്കാണ് യേശു കടന്നു ചെന്നത്. വീണ്ടും പറയാം, നിങ്ങളുടെ മ്ലാനത മുറ്റിയ അന്തരീക്ഷത്തിലേക്ക് കടന്നു വരാൻ യേശുവിൻ്റെ മനസ്സാണ്. ഞാൻ സംഭവം വായിച്ചു. ഒരു വലിയ റെസ്റ്റോറൻറ്റ്, വലിയൊരു ഹോട്ടൽ, വളരെ സമ്പന്നനും നല്ല പ്രൗഢിയുള്ള ഒരാൾ മോനെയും കൂട്ടിക്കൊണ്ട് ഹോട്ടലിലേക്ക് ചെന്നു. മോനത്തിൽ തളർന്നിരിക്കുന്നു, ക്ഷീണിച്ചിരിക്കുന്നു. അപ്പൻ, അദ്ദേഹം നല്ല ആഠ്യത്തുള്ളൊരു മനുഷ്യനാണ്, നല്ല വിദ്യാഭ്യാസം ഉണ്ടെന്ന് തോന്നുന്നു, സമ്പന്നനാണ് തീർച്ചയായും. അവിടെ എല്ലാവരെയും സ്വീകരിച്ച് സംസാരിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട് അവിടെ. അവൾ പറഞ്ഞു, ഞങ്ങൾക്കൊരു മുറി വേണം, ഞങ്ങൾക്ക് ഇപ്പോൾ ആദ്യം ഇത്തിരി ആഹാരം കഴിക്കണം. എവിടെയാണല്ലോ റെസ്റ്റോറൻറ്റ്, അവിടെ പോയിട്ട് വരൂ. റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിക്കാനായിട്ട് ചെന്നു. ഭക്ഷണം കഴിക്കുമ്പോഴല്ലേ ഈ മോൻ ഇങ്ങനെ തളർന്നിരിക്കുന്നു. ആ അപ്പൻ്റെ മുഖത്തും വലിയ വിഷാദം. മോനൊരു ഉത്സാഹമില്ല. നല്ല ചെറുകുറുക്കുള്ള കുട്ടിയല്ലേ, നല്ല ചെറുകുറുക്കുണ്ടാകേണ്ട പ്രായമല്ലേ, ഓടിച്ചാടി കളിക്കേണ്ട പ്രായമല്ലേ. പക്ഷേ അവനിങ്ങനെ തളർന്ന അവശനായി, അതുകൊണ്ട് വലിയ ക്ഷീണം ഭാവിച്ച്. എന്താണെന്ന് റിസപ്ഷനിസ്റ്റ് മനസ്സിലായില്ല, എന്താണ് ഈ കൊച്ചിനെന്താണ് മനസ്സിലായില്ല. അദ്ദേഹം വന്നു, ഞാൻ മുറി എടുക്കുന്നതിന് മുമ്പ് ഒന്ന് ചോദിച്ചോട്ടെ, ഞങ്ങൾ ഒരു 2-3 ആഴ്ച ഇവിടെ താമസിക്കേണ്ടി വരും, ഒന്ന് ചോദിച്ചോട്ടെ, ഇവിടെ ചില കാര്യങ്ങളൊന്ന് പറയണമെന്നില്ല, മാനേജറെ ഒന്ന് കാണാൻ പറ്റുമോ? മാനേജർ അല്ല, എന്ത് അസൗകര്യം ഉണ്ടെങ്കിലും പറഞ്ഞു, ഞാൻ ചെയ്തു തരാം. എന്തെങ്കിലും പ്രയാസമുള്ള വിഷയങ്ങളുണ്ടെങ്കിൽ പറഞ്ഞ് ചെയ്തു തരാമല്ലോ, മാനേജർ കാണേണ്ട ആവശ്യമില്ലല്ലോ. അല്ല, ഒന്ന് കണ്ട ഒരു കാര്യം പറയാനാണ്, വേറൊന്നിനല്ല, ഒരു കാര്യം സംസാരിക്കാനാണ്. മാനേജർ വന്നു. മാനേജർ വന്ദനം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇതെൻ്റെ മോനാണ്, ഞാൻ ഇപ്പോൾ ഒരു ചികിത്സയ്ക്ക് വേണ്ടി വന്നതാണ് ഈ നഗരത്തിലേക്ക്, ചികിത്സ ചെയ്യാൻ വന്നതാണ്. ഇവൻ്റെ ബ്രെയിനിലെ ട്യൂമറാണ്, ബ്രെയിൻ ട്യൂമർ, തലച്ചോറിൽ ഒരു വളർച്ച. അത് ക്യാൻസർ ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതുകൊണ്ട് ചികിത്സിക്കേണ്ടി വരികയാണ്. ഇപ്പോൾ ഇനി അവൻ്റെ തല മൊട്ടയടിക്കേണ്ടി വരും. ചിലപ്പോൾ അവിടെ ഒരു സ്കൾ തുറന്ന് ഈ തലയോട്ടി തളർന്ന് ഒരു ഓപ്പറേഷൻ വേണ്ടി വരും. അപ്പോൾ തല മൊട്ടയടിക്കേണ്ടി വരും. അവൻ തല മൊട്ടയടിച്ച് വരുമ്പോൾ അവന് വലിയ വിഷമം, വേദന, മൊട്ടയടിക്കേണ്ടി വരുമല്ലോ എന്ന് പറഞ്ഞത് തന്നെ അവന് പ്രയാസമായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു. അപ്പം പറയുകയാണ്, ഞാനും എൻ്റെ തല മൊട്ടയടിച്ചുകൊണ്ടാണ് നാളെ വരാൻ പോകുന്നത്. അപ്പോൾ അവനൊരു അത്രയെങ്കിലും ഒരു ആശ്വാസമാകുമല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ എൻ്റെ തല മൊട്ടയടിക്കും. അപ്പം ഞങ്ങൾ രണ്ടുപേരും തല മൊട്ടയടിച്ച് ഇങ്ങനെ വരുമ്പോൾ ഇന്ന് കണ്ടതുപോലെയല്ല പിന്നെ കാണുന്ന ഓർക്കുമ്പോൾ നിങ്ങൾ ജോലിക്കാരൊന്നും പരിഹസിക്കുകയോ ആക്ഷേപിക്കുകയോ ചെയ്യരുത്, ചിരിക്കരുത്. കാരണം അത് അവനെ വല്ലാതെ വേദനിപ്പിക്കും, അവൻ്റെ ഉള്ളിൽ വേദനയാവും. അതുകൊണ്ട് ദയവായിട്ട് ജോലിക്കാർക്കൊന്ന് പറയണം, ഞങ്ങൾ രണ്ടുപേരും തല മൊട്ടയടിച്ച് വരുമ്പോൾ ഒന്നും പരിഹസിച്ച് ചിരിക്കുകയൊന്നും ചെയ്യരുതെന്ന് പറയണം. അയ്യോ, അതിനെൻ്റെ കുഴപ്പം, ഞങ്ങൾ വേണ്ടതുപോലെ എല്ലാ സഹായവും ഞങ്ങൾ ചെയ്തുകൊള്ളാം. മാനേജർ വളരെ മാന്യമായിട്ട് സംസാരിച്ചു. അന്നങ്ങ് പോയി. പിറ്റേ ദിവസം ഈ അപ്പനും മോനും കൂടെ വന്നു തലമുട്ടയടിച്ചാണ് വരുന്നത്. രണ്ടുപേരും തലമുട്ടയടിച്ച് വരുന്നു. ആ മോനൊന്നും വിഷാദിച്ചാണ് മനസ്സും ഒക്കെ വാടിയാണ് വരുന്നത്. അവിടെ വന്നപ്പോൾ കാണുന്നു, അവിടെയുള്ള ജോലിക്കാരെല്ലാവരും തലമുട്ടയടിച്ചിരിക്കുന്നു. ആ മാനേജർ പറഞ്ഞത് അതനുസരിച്ച് തന്നെ
ഈ മുട്ടയടിക്കാനൊന്നും ഇദ്ദേഹം പറഞ്ഞില്ല, പക്ഷേ മാനേജർ പറഞ്ഞു ഇവിടെയുള്ളവരെല്ലാവരും മുട്ടയടിച്ചു. ഈ തളർന്ന് മ്ലാനത പറ്റിയ ആ ബാലൻ്റെ മനസ്സിന് ഒരിക്കലും മുറിവേൽക്കാതിരിക്കാൻ, അവനൊരു പരിഹാസമേൽക്കുന്ന തോന്നാതിരിക്കാൻ അവരെല്ലാവരും ഒപ്പം മുട്ടയടിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇതൊരു ചെറിയ സംഭവമാണ്. വേദനിക്കുന്നവരുടെ വേദനയിൽ പങ്കുചേർന്ന് വേദനിക്കാൻ സാധിക്കുന്ന ക്രിസ്തുവിൻ്റെ മനസ്സാണ്. ഒരാൾ വിഷമിക്കുമ്പോൾ അവിടെ ആഡംബരത്തോടെ നടക്കാനല്ല, അവിടെ താഴാൻ, അവിടെ ചേർന്ന് വന്ന് ആ വേദനയിൽ പങ്കുചേരാൻ സാധിക്കുന്നതാണ് വിജയം. ദൈവത്തിന് സ്തോത്രം. ആ പാവപ്പെട്ട കുട്ടിക്ക് അവന് മ്ലാനത വരാതിരിക്കാൻ, അവനെ ഏതെല്ലാം തരത്തിൽ അവനെ സന്തോഷിപ്പിക്കാൻ പറ്റുമോ അതുപോലെ സന്തോഷിപ്പിക്കാൻ, അവൻ്റെ ഹൃദയത്തിൽ ദുഃഖം വരാതിരിക്കാൻ, രോഗിയായി അവശനായി വരുന്ന കുട്ടിക്ക് ഒരു സമാധാനം കിട്ടാൻ അപ്പൻ തലമുട്ടയടിച്ചു, എല്ലാവരും തലമുട്ടയടിച്ചു. ജീവിതത്തിൽ എവിടെ വേദനയുണ്ടോ അവിടെ ഓടി വന്ന് സഹായിക്കാൻ സാധിക്കുന്നതാണ് ക്രിസ്തുവിൻ്റെ മനസ്സ്. എവിടെ അവശതയുണ്ടോ, എവിടെ മ്ലാനതയുണ്ടോ അവിടെ ഒരു ചെറുവാക്കെങ്കിലും, നന്മയുടെ ഒരു വാക്കെങ്കിലും, ആശ്വാസത്തിനൊരു പദമെങ്കിലും പറയാനിടയാകുന്നതാണ് ക്രിസ്തുവിൻ്റെ മനസ്സ്. ദൈവത്തിന് സ്തോത്രം. യേശു പറഞ്ഞു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. കുട്ടി മരിച്ചില്ലല്ലോ, ഉറങ്ങുകയല്ലേ. ഒരാശ്വാസവാക്ക്. ദൈവത്തിന് സ്തോത്രം. ഒരാശ്വാസവാക്ക്. ഞാൻ പറയട്ടെ, എവിടെ വേദനയുണ്ടോ, എവിടെ തളർച്ചയുണ്ടോ അവിടെ ഒരു നല്ല വാക്ക്, അവിടെ സ്നേഹം കൊടുക്കാൻ പറ്റുക. എവിടെ ദുഃഖമുള്ള വീടുണ്ടോ അവിടെ കടന്നു ചെല്ലാൻ സാധിക്കുക. വിരുന്ന് വീട്ടിൽ പോകുന്നതിനേക്കാൾ വിലാപഭവനത്തിൽ പോകുന്ന നല്ലത്, വിലാപഭവനത്തിൽ പോകുന്ന നല്ലത്. വിരുന്ന് വീട്ടിൽ പോകുന്നതിനേക്കാൾ വിലാപഭവനത്തിൽ പോകുന്ന നല്ലത്. വിലാപഭവനത്തിലേക്ക് പോകുക, വിലാപഭവനം, ദുഃഖത്തിൻ്റെ ഭവനത്തിലേക്ക് പോകുക, കരച്ചിലിൻ്റെ ഭവനത്തിലേക്ക് പോകുക, ദുഃഖിക്കുന്നവരുടെ അരികിലേക്ക് ചെല്ലുക, താണവരുടെ അടുക്കിലേക്ക് ചെല്ലുക, താണവരിലേക്ക് ഇറങ്ങി ചെല്ലുക. താണവർ, പതിതർ, അധസ്ഥിതർ. ദൈവത്തിന് സ്തോത്രം. അവിടെ അതാണ് മഹത്വത്തിൻ്റെ ലക്ഷണം. എളിമയുണ്ടോ അതാണ് മഹത്വത്തിൻ്റെ ലക്ഷണം. ദൈവത്തിന് സ്തോത്രം. മഹത്വം എന്ന് പറയുന്നത് പുറമേ കാണുന്ന മഹത്വമല്ല, വിദ്യാഭ്യാസത്തിൻ്റെ മഹത്വമല്ല, ഉയർച്ചയല്ല, ജോലിയുടെ ഉയർച്ചയല്ല, പണത്തിൻ്റെ ഉയർച്ചയല്ല. പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയ ഉയർച്ച എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ ഉയർച്ചയാണ്. അതേതാണ്? എളിമയാണ്. എളിമയുള്ളൊരു മനസ്സ്. യേശുക്രിസ്തു ആ സ്നേഹം മാത്രം പകർന്നുകൊണ്ട് ആ ഭവനത്തിൽ ചെന്ന് നിന്നു. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. യേശു അവിടെ ചെന്നു. യേശു ആ കുഞ്ഞിൻ്റെ കൈക്ക് പിടിച്ചു. ബാലെ എഴുന്നേൽക്ക എന്ന് പറഞ്ഞു, കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. തലീഥ കൂമി, ബാലെ എഴുന്നേൽക്ക എന്ന് പറഞ്ഞു, യേശു അവളുടെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ബാല എഴുന്നേറ്റ് നടന്നു. 12 കൊല്ലമായി നല്ല ഓടിച്ചാടി നടന്നിരുന്ന പെൺകുഞ്ഞ് ഇപ്പോൾ മരിച്ചു കിടക്കുകയായിരുന്നു. ആ കുഞ്ഞ് ഉയർത്തെഴുന്നേറ്റു. ദൈവത്തിന് സ്തോത്രം. ഡെത്ത്, മരണം വഴിമാറി ജീവൻ്റെ നായകൻ്റെ മുമ്പിൽ. ഒന്ന്, ഡേഞ്ചർ, ഭയപ്പെടേണ്ട, ഡേഞ്ചർ വന്നാലും ഭയപ്പെടേണ്ട. 2, ഡെമൺ, ഭൂതബാധ, ഭയപ്പെടേണ്ട, യേശുക്രിസ്തു വന്നാൽ അതിന് പരിഹാരമുണ്ട്. 3, ഡിസീസ്, രോഗം, ഭയപ്പെടേണ്ട, യേശുക്രിസ്തു രോഗസൗഖ്യം തരും. 4, ഡെത്ത്, മരണം, ഭയപ്പെടേണ്ട, മരണത്തിൽ നിന്ന് അവൻ ഉയർത്തെഴുന്നേൽപ്പ് തരും. സഹോദരങ്ങളെ, ഇന്ന് ആത്മാവിൽ മരിച്ചവരായിട്ട് ആരെല്ലാം അവിടെ ഇരിക്കുന്നുണ്ട്? ഈ വാക്കുകൾ കേൾക്കുന്നവർ ആരെല്ലാം ആത്മാവിൽ മരിച്ചവരാണ്? ആത്മാവിൽ ജീവൻ നഷ്ടപ്പെട്ടവർ. ദൈവത്തിന് സ്തോത്രം. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. ആദ്യം മോഹത്തിലാണ് തുടങ്ങുന്നത്, ചിന്തയിലാണ് പാപം തുടങ്ങുന്നത്, ചിന്തയിലാണ് മത്സരം തുടങ്ങുന്നത്, ചിന്തയിലാണ് അനുസരണക്കേട് തുടങ്ങുന്നത്, ചിന്തയിലാണ് വൈരാഗ്യം തുടങ്ങുന്നത്, ചിന്തയിലാണ് പക തുടങ്ങുന്നത്. പിന്നീട് കൊലപാതകത്തിലേക്ക് നീങ്ങുന്നു, പിന്നീട് വ്യഭിചാരത്തിലേക്ക് നീങ്ങുന്നു, പിന്നീട് മോഷണത്തിലേക്ക് നീങ്ങുന്നു, പിന്നീട് കവർച്ചയിലേക്ക് നീങ്ങുന്നു, പിന്നീട് തിരുത്താൻ വയ്യാത്ത അത്യാഹിതങ്ങളിലേക്ക് നീങ്ങുന്നു. അപകടം വരുന്നു. ചിന്തയിൽ തുടങ്ങുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം മുഴുത്തിട്ട് ഫലമോ മരണത്തെ പെറുന്നു, മരണം ഉണ്ടാകുന്നു. ആത്മാവ് മരിക്കും. ആത്മാവ് മരിച്ചിരിക്കുന്നവർക്ക് വേണ്ടത് ആത്മാവിൻ്റെ ജീവനാണ്. യോഹന്നാൻ 5:25 വായിക്കാം. ആത്മാവിൽ മരിച്ചിരിക്കുന്നവർക്ക് ഇന്ന് വേണ്ടത് ആത്മാവിൻ്റെ ജീവനാണ്. സ്നേഹിതരെ, നിങ്ങൾ അനേകം പേര് ആത്മാവിൽ മരിച്ചിരിക്കുകയാണ്. ഹൃദയത്തിൽ പരിശുദ്ധയുണ്ട്. ഇന്ന് ജീവിതത്തിൽ മദ്യപാനം ഇന്നുമുണ്ട്. എൻ്റെ മകനെ എന്നോട് പറയട്ടെ, സ്നേഹത്തോടെ പറയട്ടെ, നിൻ്റെ ഭാര്യയെ നീ വേദനിപ്പിക്കരുത്. നീ മദ്യപിച്ച് ലക്കില്ലാതെ വന്ന് ആ സാധുവിനെ നീ ക്രൂരമായി ഉപദ്രവിക്കരുത്. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞൊരവസരത്തിൽ ഒരു ഭർത്താവിനോട് ഞാൻ പറഞ്ഞു, സ്നേഹിത, ഒരു കാര്യം ചെയ്യൂ, ആയുസിൽ ഭാര്യയെ നീ നോവിക്കുകയില്ല എന്ന് തീരുമാനിക്കൂ. ദൈവത്തിന് സ്തോത്രം. ആയുസിൽ ഭാര്യയെ നോവിക്കുകയില്ല എന്ന് തീരുമാനിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അന്ന് അദ്ദേഹം തീരുമാനം എടുത്തുകൊണ്ട് പോയി.
സഹോദരങ്ങളെ, നിങ്ങളോട് ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, ഒരിക്കലും നിങ്ങളുടെ ഭാര്യയെ ഉപദ്രവിക്കരുത്. മോളെ, ഒരിക്കലും നിൻ്റെ ഭർത്താവിനെ വേദനിപ്പിക്കരുത്. ഭർത്താവിന് വേദന വരുത്തുന്ന ഒന്നും നിൻ്റെ ജീവിതത്തിൽ വന്നു പോകരുത്. നിൻ്റെ മക്കൾക്ക് ദുഃഖം വരരുത്, മക്കൾക്ക് വേദന വരരുത്. അവരെ നീ ശാസിക്കാം, അവരെ നിനക്ക് ശിക്ഷിക്കാം, അവരെ കഠിനമായി തന്നെ ശിക്ഷിക്കാം. പക്ഷേ അവർക്ക് നിൻ്റെ സ്നേഹം കൊടുക്കൂ. അവരോട് പറയണം, കുഞ്ഞെ, ഞാൻ നിന്നെ ശിക്ഷിക്കുന്നത് അത് നീ നന്നാവാൻ വേണ്ടിയാണ്, നീ നശിക്കരുതെന്ന് ആഗ്രഹിച്ചാണ് നീ ഞാൻ ശിക്ഷണം തരുന്നത്. ഈ ശിക്ഷ നിനക്കല്ല, നിൻ്റെ അകത്ത് കയറിക്കൊണ്ടിരിക്കുന്ന പിശാചിനാണ് ഈ അടി കൊള്ളുന്നത്. നീ വിശ്വസിക്കുക എൻ്റെ മോനെ, ഞാൻ നിന്നെ തല്ലുന്നത് പിശാചിനെയാണ് ഞാൻ തല്ലുന്നത്. നിൻ്റെ അകത്ത് കൂടി നിന്നെ നശിപ്പിക്കാൻ കൊണ്ടുപോകുന്ന ദുഷ്ടപിശാചിനെ ഞാൻ തല്ലുകയാണ് എന്ന് പറഞ്ഞിട്ട് കോപം വരാതെ, ദേഷ്യം വരാതെ അടിക്കൂ, നല്ലപോലെ അടിക്കൂ. ഞാൻ പറയും, കുഞ്ഞുങ്ങളെ അടിച്ചു വളർത്തണം, ശിക്ഷിച്ച് വളർത്തണം, നല്ല ശിക്ഷ കൊടുക്കണം. പക്ഷേ അവർക്ക് മനസ്സിലാകണം, സ്നേഹമാണ് ശിക്ഷിക്കുന്നതെന്ന്, സ്നേഹമാണ് ശിക്ഷിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. വഹിക്കാം. ആമേൻ, ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രൻ്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു. മരിച്ചവർ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു. മരിച്ചവർ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു. കല്ലറകളിലുള്ളവർ, അടുത്ത വാക്യം 27-ാം വാക്യം, കല്ലറകളിലുള്ളവർ എല്ലാവരും അവൻ്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുദ്ധാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. മരിച്ചവർ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഈ സമയത്ത്, ഇപ്പോൾ ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആത്മാവിൽ മരിച്ചിരിക്കുന്നോ എന്ന് ചിന്തിക്കൂ. പാപം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടോ എന്ന് ചിന്തിക്കൂ. അശുദ്ധി നിങ്ങളുടെ ഹൃദയത്തിലുണ്ടോ എന്ന് ചിന്തിക്കൂ. നിങ്ങൾ മൂലം മറ്റുള്ളവർക്ക് സമാധാനമാണോ സന്തോഷമാണോ കിട്ടുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കൂ. എന്നിട്ട് നിങ്ങൾ പറയണം, കർത്താവേ, എൻ്റെ ആത്മാവ് മരിച്ചിരിക്കുന്നു, എനിക്ക് ജീവൻ തരാൻ കുരിശിൽ ജീവൻ വെടിഞ്ഞ യേശുവേ, നിൻ്റെ തിരുരക്തത്താൽ എനിക്ക് നീ ജീവൻ തരണമേ, നിൻ്റെ തിരുരക്തത്താൽ എന്നെ നീ ജീവിപ്പിക്കണമേ. ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കാമോ? കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് നിങ്ങൾ പറയാമോ, കർത്താവേ, എനിക്ക് ജീവൻ തരണമേ, എൻ്റെ മേലുള്ള ശാപങ്ങൾ മാറ്റി തരണമേ, എൻ്റെ മേലുള്ള പാപങ്ങൾ നീക്കി തരണമേ, എൻ്റെ അകൃത്യങ്ങളെല്ലാം പോക്കി എനിക്ക് പാപമോചനം തരണമേ. യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് കർത്താവേ ഇതിനോട് പറയുന്നു, എനിക്ക് പാപമോചനം തരണമേ, എന്നെ ആത്മാവിൽ ജീവിപ്പിക്കണമേ. ആത്മാവ് മരിച്ചിരിക്കുന്നതെന്ന് ഞാൻ അംഗീകരിക്കുന്നു നിങ്ങൾ പറയുക. ദൈവത്തിന് സ്തോത്രം. ആത്മാവ് മരിച്ചിരിക്കുന്നു, ആത്മാവിന് വേണ്ടത് ജീവനാണ്. കർത്താവേ, എനിക്ക് ജീവനുള്ളവനായി എഴുന്നേറ്റ് പോകണം. ആത്മാവിൽ മരിച്ചവനായി ഞാൻ ഇങ്ങോട്ട് വന്നു, ജീവനുള്ളവനായി എനിക്ക് എഴുന്നേറ്റ് പോകണം, ജീവൻ പ്രാപിച്ചുകൊണ്ട് എനിക്ക് പോകണം. എൻ്റെ കർത്താവേ, ജീവൻ്റെ തുടിപ്പ് അനുഭവിച്ചുകൊണ്ട് എനിക്ക് എഴുന്നേറ്റ് പോകണം. ജീവൻ്റെ തുടിപ്പാണ് സ്തുതി. ജീവനുള്ളവർക്ക് യഹോവയെ സ്തുതിക്കട്ടെ. ആത്മാവിൽ ജീവനുള്ളവരാണ് സ്തുതിക്കുന്നത്. ആത്മാവിൽ ജീവനുള്ളതൊക്കെ യഹോവയെ സ്തുതിക്കട്ടെ. ഇന്ന് എൻ്റെ സഹോദരങ്ങളെ, മനസ്സ് നൊന്തിരിക്കുന്നവർ, മനസ്സ് വിങ്ങിയിരിക്കുന്നവർ, ഹൃദയ സമാധാനമില്ലാതെ അഴലുന്നവർ, രോഗഗ്രസ്തരായിരിക്കുന്നവർ, ആത്മാവിൽ മരിച്ചിരിക്കുന്നവർ, ഇത് യേശുവിൻ്റെ അരികിലേക്ക് വന്ന്, ഭയപ്പാട് വരുന്ന ക്രിസ്തുവിൻ്റെ അരികിൽ വന്ന് സമാധാനം പ്രാപിച്ചുകൊണ്ട് എഴുന്നേൽക്കുക. മരിച്ചവർ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നു, വചനം കേൾക്കുന്നു, വചനം കേൾക്കുന്നവരൊക്കെയും ജീവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം, ജീവൻ പ്രാപിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ജീവൻ പ്രാപിച്ചാൽ ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോയതിന് ശേഷം, ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടതിന് ശേഷം നിങ്ങൾ കല്ലറകളിൽ വിശ്രമിക്കുകയാണെങ്കിലും കല്ലറകളിലുള്ളവരൊക്കെയും ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കും. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് പുനരുദ്ധാനം പ്രാപിക്കും, ഉയർത്തെഴുന്നേൽക്കും. യേശു ക്രിസ്തു രണ്ടാമത്തെ വരവിൽ കർത്താവിൻ്റെ ഗംഭീരനാഥം മുഴങ്ങുമ്പോൾ, പ്രധാനദൂതനായ മീഖായേൽ ശബ്ദം മുഴങ്ങുമ്പോൾ, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിൻ്റെ കാഹളം മുഴങ്ങുമ്പോൾ, അപ്പോൾ കല്ലറകളിലുള്ള വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ, പ്രിയരേ, നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കും. ദൈവത്തിന് സ്തോത്രം. സത്യം നിങ്ങൾ വിശ്വസിക്കൂ. യേശു ക്രിസ്തു രണ്ടാമത്തെ വരവിൽ നിങ്ങൾക്ക് ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കും. നിങ്ങൾ ഏത് സഭയിൽപ്പെട്ടവരാണ് ചോദ്യമില്ല, ഏത് സമുദായത്തിൽപ്പെട്ടവരാണ് ചോദിക്കുകയില്ല, നിങ്ങൾ എവിടെ നിന്ന് വരുന്നവരാണ് ചോദിക്കുകയില്ല, നിങ്ങൾ വിദ്യാഭ്യാസ യോഗ്യത നോക്കുകയില്ല. ആകെ ഒന്ന് മാത്രം, എൻ്റെ രക്തം നിനക്ക് വേണ്ടി ചിന്തിയെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? നിൻ്റെ പാപം ഞാൻ പോക്കിയെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ മകനെ, ഇന്ന് നിനക്ക് ആത്മാവിൽ ഞാൻ ജീവൻ തരികയാണ്. മകളെ, ഈ ആത്മാവിൽ ജീവൻ തരികയാണ്. നിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ഒരു ദിവസം ഞാൻ വീണ്ടും വരും. ദൈവത്തിന് സ്തോത്രം. കല്ലറകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ഞാൻ വീണ്ടും വരും. ഇന്ന് നീ ആത്മാവിൽ ഉയർത്തെഴുന്നേൽക്കുമെങ്കിൽ, നിൻ്റെ ആത്മാവിൽ നിന്ന് ജീവൻ പ്രാപിക്കുമെങ്കിൽ, അന്ന് നിൻ്റെ ശരീരം ഉയർത്തെഴുന്നേൽക്കും. അന്ന് നീ വാങ്ങിപ്പോയാൽ പോലും, ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാൽ പോലും, അന്ന് ക്രിസ്തുവിൻ രണ്ടാമത്തെ വരയിൽ നീ ഉയർത്തെഴുന്നേറ്റ് നീയും പറക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. നിങ്ങൾക്ക് വേണമോ ഈ യേശുവിനെ? അടുത്ത് കിട്ടിയിരിക്കുന്ന സമയം നിങ്ങൾ നഷ്ടപ്പെടുത്താതെ ഭയപ്പാട് വരുന്ന ക്രിസ്തുവിനെ ഇപ്പോൾ നിങ്ങൾക്ക് വേണമോ? ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ദൈവത്തിന് സ്തോത്രം. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ധൈര്യം പകരുന്നു, സമാധാനം പകരുന്നു, സന്തോഷം പകരുന്നു, ക്ഷീണം മാറ്റുന്നു, മ്ലാനത മാറ്റുന്നു, എല്ലാ തളർച്ചയും മാറ്റുന്നു, മൂകത മാറ്റുന്നു. ദൈവത്തിന് സ്തോത്രം. വാട്ടം മാറ്റുന്നു, ജീവിതത്തിൽ വന്ന കേടുകൾ മാറ്റുന്നു, പാപങ്ങൾ മാറ്റുന്നു, രോഗങ്ങൾ മാറ്റുന്നു,
മാറ്റുന്നു, ഭൂതങ്ങളെ മാറ്റുന്നു, മരണത്തെ മാറ്റുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് യേശുവിലേക്ക് നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, എന്നെ മുഴുവനായി നീ ഏറ്റെടുക്കണമേ. നമുക്ക് സമർപ്പിക്കാം. കർത്താവേ, എന്നെ മുഴുവനായി നീ ഏറ്റെടുക്കണമേ. കർത്താവേ, എൻ്റെ ജീവിതം, എൻ്റെ ദേഹവും ആത്മാവും ഞാനിതാ നിനക്കായി സമർപ്പിക്കുന്നു. ഇപ്പോൾ എന്നെ മുഴുവനായി സ്വീകരിക്കണമേ, മുഴുവനായി ഏറ്റെടുക്കണമേ. എൻ്റെ പാപജീവിതത്തോട് ഞാൻ യാത്ര പറയുന്നു. ഇനിമേൽ പാപമില്ലാത്ത ഒരു പുതിയ ജീവിതം നയിക്കുമെന്ന് ഞാൻ തീരുമാനിക്കുന്നു. ഇപ്പോൾ നാഥ, എന്നെ നീ സ്വീകരിക്കണമേ, എന്നെ നീ കൈക്കൊള്ളണമേ. ഇപ്പോൾ തന്നെ യേശുവേ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ഈ നിമിഷം തന്നെ യേശുവേ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. മരണത്തിൽ ആണ്ട് കിടക്കുന്ന ജീവിതത്തിലേക്ക് യേശുവേ, നീ എഴുന്നള്ളി വരണമേ. ദുഃഖം നിറഞ്ഞിരിക്കുന്ന ജീവിതത്തിലേക്ക് യേശുവേ, നീ എഴുന്നള്ളി വരണമേ. സമാധാനമില്ലാത്ത ജീവിതത്തിലേക്ക് യേശുവേ, നീ എഴുന്നള്ളി വരണമേ. പ്രാർത്ഥിക്കൂ. നമുക്ക് സമർപ്പിക്കാം. നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഇപ്പോൾ അങ്ങനെ തീരുമാനമെടുത്തവർ, ദൈവത്തിന് സ്തോത്രം, ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തു എന്ന് ഉറപ്പുള്ളവർ, അങ്ങനെയുള്ളവർ മാത്രം, ദൈവത്തിന് സ്തോത്രം, അങ്ങനെയുള്ളവർ മാത്രം കരങ്ങൾ ഉയർത്തിയാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നിങ്ങൾക്ക് വേണ്ടി സ്തുതിക്കാം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. രോഗങ്ങൾ മാറും, ഭൂതബാധകൾ മാറും, ദൈവത്തിന് സ്തോത്രം. ഡേഞ്ചർ മാറും, അത്യാഹിതം മാറും, മരണം മാറും, ഉയർത്തെഴുന്നേൽക്കും. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ നിങ്ങളുടെ കരങ്ങളെ നിങ്ങൾക്ക് ഉയർത്താൻ പ്രിയപ്പെട്ടവരെ, വാസ്തവമായി തീരുവാനുള്ളവരെ. ഇനി മരണത്തിനോ ഭൂതങ്ങൾക്കോ ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രവേശനം ഉണ്ടാവുകയില്ല. കാരണം ക്രിസ്തുവിൻ്റെ അകത്ത് കടന്നിരിക്കുന്നു, യേശുവിൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്നു. ഇനി എൻ്റെ മേൽ പിശാചിന് അവകാശമില്ല എന്ന് ഉറപ്പുള്ളവർ മാത്രം കരങ്ങൾ ഉയർത്തുവീൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കാരുണ്യവാനായ സ്വർഗീയ പിതാവേ, അവിടുത്തെ പരിശുദ്ധമായ പാദപീഠത്തിൽ ഒരു ഞങ്ങൾക്ക് കൃപ തന്നതിനായി സ്തോത്രം. തിരുവചനം ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. അനുഗ്രഹീതമായ സാക്ഷ്യങ്ങൾ ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. ഹൃദയം തകർക്കുന്ന സ്നേഹവാനായ ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മ നൽവരം ഞങ്ങളുടെ മേൽ പകർന്നതിനായി സ്തോത്രം. എല്ലാവരെയും തലോടണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ, രോഗങ്ങൾ മാറ്റണമേ, ആപത്തുകൾ നീക്കണമേ, ദുരാത്മാക്കളെ ദൂരീകരിക്കണമേ. കർത്താവേ, മരണം മാറി ജീവൻ വരുന്നതായി അത്ഭുതം നടക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ, എല്ലാ ഭയപ്പാടും മാറ്റണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.